ACL സീസൺ 3-ൽ കിരീട പ്രതീക്ഷയിലാണ് ട്രിവാൻഡ്രം റോയൽസ് ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ക്യാപ്റ്റൻ രോഹൻ കുന്നുമലും. മികച്ച ടീമിനെ നയിക്കാനാകുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് ഇരു നായകന്മാരും പറഞ്ഞു. ഇത്തവണയും മികവ് തുടരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ KCL-ലെ മികച്ച താരമായ അഖിൽ സ്കറിയ. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 3 രണ്ടു നാളപ്പുറം ആരാധകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. പഴയതിലും വലിയ ആവേശമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം 3 പേരാണുള്ളത്. ട്രിവാൻഡ്രം റോയൽസിൻ്റെ ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ്, കഴിഞ്ഞ തവണത്തെ മികച്ച താരം അഖിൽ സ്കറിയ, ഒപ്പം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ രോഹൻ കുന്നുമൽ. ആദ്യം കൃഷ്ണപ്രസാദിൽ തുടങ്ങാം. കൃഷ്ണപ്രസാദ്, എന്താണ് ഈ വർഷത്തെ പ്രതീക്ഷ? തീർച്ചയായും എല്ലാ ടീമും ആഗ്രഹിക്കുന്ന പോലെ നമ്മളും കപ്പടിക്കാൻ തന്നെയാണ് ഇറങ്ങുന്നത്. പക്ഷേ നമ്മളത് മാറ്റിവെച്ച് നമ്മളാ ഒരു പ്രോസസ്സ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എനിക്ക് തോന്നുന്നു ആദ്യ 2 സീസണിനേക്കാൾ മികച്ച ടീമാണ് ഇത്തവണ ട്രിവാൻഡ്രം റോയൽസ്. അത് ട്രിവാൻഡ്രം റോയൽസ് മാത്രമല്ല, എല്ലാ ടീമുകളും ഒരു പരിധിവരെ ഈക്വൽ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി ഉള്ള ടീമാണെന്ന് തോന്നുന്നുണ്ട്. ശരിയാണോ? തീർച്ചയായും 6 ടീമും ഒരു സ്കോറിൻ്റെ സ്ട്രെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഏകദേശം സെയിം ആണ്. പിന്നെ നമ്മൾ ആ ഗിവൺ ഡേ നമ്മളെങ്ങനെ ആ ഒരു പ്രഷർ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗിവൺ ഡേ എങ്ങനെ കളിക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും. നമ്മൾ കറക്റ്റ് നല്ല കോൺഫിഡൻസോടെ നല്ല പ്രിപ്പയർ ചെയ്ത് ഇറങ്ങി നമ്മൾ ആ ഗിവൺ ഡേ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജയിക്കും. അതുകൊണ്ട് സ്കോറിൻ്റെ സ്ട്രെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾ 6 ടീംസ് ഈക്വൽ ആണ്. ശരി, അഖിൽ സ്കറിയ എന്ന പേര് കഴിഞ്ഞ സീസണിലാണ് എല്ലാവരും ഉറക്കെ പറയുന്നത്. കാരണം അത്രയ്ക്ക് മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു അഖിലിൻ്റെ ഭാഗത്തുണ്ട്. ഈ വർഷത്തെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, എനിക്കൊരു പേഴ്സണൽ ഗോളൊന്നുമില്ല ഈ വർഷം. കഴിഞ്ഞ 2 വർഷം ഉണ്ടായിരുന്നില്ല. ഈ വർഷം എൻ്റെ കഴിവിൻ്റെ പരമാവധി പെർഫോം ചെയ്ത് ടീമിനെ ജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഈ വർഷമുള്ളൂ. ശരി, അപ്പോൾ അഖിലിൻ്റെ ഒരു മികച്ച ഓൾറൗണ്ട് പെർഫോമൻസ് ഈ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരുപാട് എന്താ പറയുക എഫേർട്ട് ഇട്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാനും അതിനെ എക്സൈറ്റഡോടെ നോക്കി കാണുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷം ഒരുപിടി യുവതാരങ്ങൾ വളരെ സജീവമായിട്ട് ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ അഖിൽ സ്കറിയെങ്കിൽ ഇത്തവണ പേരെടുക്കാൻ പോകുന്ന ഒരുപാട് താരങ്ങളുണ്ടാവും. അതെ, മറ്റേ ഓപ്ഷൻ കഴിഞ്ഞപ്പോഴാണെങ്കിലും കുറേ പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്. നമ്മുടെ ടീമിലുണ്ട്, എല്ലാ ടീമിലും ഉണ്ട്. അപ്പം ഈ വർഷം നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് പേരുകൾ എന്തായാലും ഉയർന്നു വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ ക്യാപ്റ്റൻ രോഹൻ കുന്നുമൽ കൂടിയുണ്ട്. രോഹൻ, ടീമിൻ്റെ പ്രതീക്ഷകൾ ഉറപ്പായും കപ്പ് തന്നെയായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. വെൽ ബാലൻസ്ഡ് ടീമാണ് ഇത്തവണ കാലിക്കറ്റ് ടീം. ഈ പുതിയ തലമുറയിലെ കളിക്കാർ ടീമിലേക്ക് ഒരുപാട് പേരെത്തിയിട്ടുണ്ട്. എല്ലാ ടീമിലും ഉണ്ട്. ഒരുപക്ഷെ കാലിക്കറ്റ് കുറച്ചുകൂടി യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടീമാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്രാവശ്യം എന്താ പറയുക, ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. ആൻഡ് ഫസ്റ്റ് ടൈം KCL കളിക്കുന്ന ഫ്യൂ പ്ലേയേഴ്സ് കൂടെ ഉണ്ട്. സോ എന്താ അവർക്കെല്ലാവർക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ. ആൻഡ് വി ആർ ആൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഉള്ളത്. എന്താ പറയുക, എല്ലാവരും നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല ടച്ചിലാണ് ബാറ്റ്സ്മാരായാലും ബോളറായാലും എല്ലാവരും നന്നായി ചെയ്യുന്നത്. സോ ആ ഒരു പെർഫോമൻസ് കാണാൻ നമ്മളെല്ലാവരും വെയിറ്റിങ്ങിലാണ്. ടീമിൻ്റെ സ്ട്രെങ്ത് എന്താണ്? ടീമിൻ്റെ സ്ട്രെങ്ത് യൂണിറ്റി തന്നെയാണ്. യൂണിറ്റി ആൻഡ് എല്ലവരും നല്ല പെട്ടെന്ന് സെയിം ഏജ് കാറ്റഗറി ആയതുകൊണ്ട് പെട്ടെന്ന് വൈബ് ആവുന്നുണ്ട്. ആൻഡ് ഒരു എൻജോയ്മെൻറ്റ് ഫൺ ഫാക്ടർ ടീമിൻ്റെ ഉള്ളിലുണ്ട്. സോ എന്താ പറയുക, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ പോലും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സോടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നു. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഒരു ഫാമിലി ആണെന്ന തോന്നൽ എല്ലാ ടീമുകൾക്കും ഉണ്ടാവും, അല്ലേ? ഫാമിലി ആണെന്ന ഫീൽ ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ പറമ്പിലൊക്കെ കളിക്കൂലേ, ആ ഒരു ഫീൽ നമുക്ക് ഇവിടെ കളിക്കുമ്പോൾ ഗ്രൗണ്ടിൽ കിട്ടുന്നുണ്ട്. സോ അതൊരു ആ ഒരു ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് രോഹൻ, അഖിൽ, ഒപ്പം കൃഷ്ണപ്രസാദ്. എന്തായാലും കപ്പ് നേടാൻ നിങ്ങൾക്കാവട്ടെ, മികച്ച പ്രകടനം കാഴ്ചവെക്കാനുമാകട്ടെ. ക്യാമറമാൻ അരുൺ കടക്കലിനൊപ്പം VS കൃഷ്ണരാജ്, ജനം.